എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കറിയാണ്. ഇതിനു വേണ്ടി ഞാനെടുത്തത് 250 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി കനം കുറച്ച് അരിഞ്ഞു വയ്ക്കുക. ആദ്യം നമുക്ക് ഇഞ്ചി വറക്കാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ഇഞ്ചി വറക്കാൻ ആവശ്യമായ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് 2 തവണയായി ഇഞ്ചി വറുത്ത് കോരുക. ഇഞ്ചി കരിഞ്ഞു പോകാതെ കൈകൊണ്ട് പൊടിക്കാൻ പരുവത്തിൽ വേണം കോരിയെടുക്കുവാൻ. തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു വയ്ക്കുക. ഇഞ്ചി അരഞ്ഞു പോകരുത്, അല്പം തരിതരിപ്പായിരിക്കണം. ഇനി കറി ഉണ്ടാക്കാൻ അതേ പാത്രത്തിൽ ഇഞ്ചി വറുത്ത എണ്ണ തന്നെ അരിച്ചെടുത്ത് ആവശ്യത്തിനൊഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളക് മുറിച്ചതും 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് മൂപ്പിക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ച് പുളിവെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് തിളപ്പിക്കുക. തിളച്ച ശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ഇത്രയും ചേർത്ത് ഇളക്കുക. നിങ്ങൾക്ക് ഇഞ്ചിക്കറിക്ക് നല്ല മധുരം വേണമെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കണം. കറി ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുക. ഇഞ്ചിക്കറി എത്ര കുറുകി വേണമോ അത്രയും വറ്റിക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷവും ചൂടുകൊണ്ട് അല്പം കൂടി ചാറ് കുറുകും. അതനുസരിച്ച് വേണം വറ്റിക്കാൻ. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്.